ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് സ്കൂളുണ്ട് കേട്ടോ. നമുക്ക് ദോശയാണ് പലഹാരം. ദോശയ്ക്ക് ഇഡലിക്ക് പറ്റിയൊരു സാമ്പാർ കേട്ടോ. ഒരു കിടലും സാമ്പാർ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. വളരെ സിമ്പിളായ സാമ്പാറാണ് കേട്ടോ. എല്ലാം പഠിച്ചിട്ടില്ല. മുറിച്ചെടുക്കട്ടെ. നമുക്ക് സാമ്പാർ വയ്ക്കാം. ഒരു കഷ്ണം മത്തൻ, 2 ഉരുളക്കിഴങ്ങ്, 3 ക്യാരറ്റ്, ഇതിലേക്ക് 2 പച്ചമുളക്, 2 തക്കാളി, 1 സവാള, 1 ഗ്ലാസ് തുവരപ്പരിപ്പ് ഇട്ടാ. കഴുകിയതാണ് നന്നായിട്ട്. ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. 1.5 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കായം, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് വാളംപുളിയുടെ വെള്ളം കേട്ടോ. ദോശയ്ക്കുള്ള സാമ്പാറല്ലേ, ഇഡലിക്കും. പുളി കുറച്ച് മതി. വെള്ളം ഒഴിച്ച് കൊടുക്കുക. മൂന്ന് വിസിൽ വെക്കട്ടെ. സാമ്പാർ വെന്താ നോക്കാം. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. സൂപ്പറായി വന്നു. ഞാൻ ചട്ടിയിലേക്ക് മാറ്റി കാണിച്ചു തരാം. ചട്ടിയിലേക്ക് മാറ്റാം. സ്റ്റവ് കത്തിക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ടാ. വറുത്ത് പൊടിച്ചാണ്. ചെറിയൊരു കഷ്ണം ശർക്കര ഇട്ടാ. നല്ലോണം മല്ലിയില. തിളക്കട്ടെ. സാമ്പാർ തിളച്ചു വിട്ടാ. ഓഫാക്കുക. ഇനി താളിച്ചൊഴിക്കുക. ചീഞ്ചട്ടി ചൂടാവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടാവട്ടെ കേട്ടോ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കാൽ ടീസ്പൂൺ നല്ല ജീരകം, രണ്ട് വറ്റൽ മുളക്, കറിവേപ്പില. സൂപ്പർ സാമ്പാറാണ് കേട്ടോ. അടിപൊളി. വെക്കാത്തവരൊന്ന് വെച്ച് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. നല്ല കുറുകിയ സാമ്പാർ ഇട്ടതാണ്. ഇഡലി ദോശയ്ക്ക് പറ്റിയ സാമ്പാറാണ്. നല്ല മണം കഴിക്കാം. ഒരു സ്പെഷ്യൽ സാമ്പാറാണ് കേട്ടോ. ചമ്മന്തി അരയ്ക്കാം. ചമ്മന്തി അരയ്ക്കാം. നമുക്ക് സിമ്പിളായൊരു ചമ്മന്തി അരയ്ക്കത്തെ. തക്കാളി ചമ്മന്തി. എനിക്കൊരു വലിയ തക്കാളി ഇട്ടാ. 4 ചെറിയ ഉള്ളി, 4 അല്ലി വെളുത്തുള്ളി, 1 പച്ചമുളക്,
1 ടീസ്പൂണ് മുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടി നന്നായി അരച്ചിട്ട് വരാം. നമ്മുടെ ചമ്മന്തി അരച്ചിട്ട് വന്നിട്ടാ ഞാൻ താളിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. കടുകിട്ട് കൊടുക്കാം. കുറച്ച് ഉഴുന്ന് പരിപ്പിട്ട് 1 ടീസ്പൂണ്, 2 വറ്റൽമുളക്, കറിവേപ്പില. നമ്മുടെ ചമ്മന്തി ഒഴിച്ച് കൊടുക്കാം. മൊത്തം പുകയായല്ലോ. സിമ്പിൾ ചമ്മന്തി ഉണ്ടാ. 2 സിമ്പിളാണ്. 2 സിമ്പിളാണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടത്. ദോശ ചുട്ടെടുക്കാം. ഓഫാക്കുക. ഇത്രയല്ലേ ദോശ ഉണ്ടാക്കട്ടെ. കല്ല് ചൂടായി. കല്ല് ചൂടാൻ വേണ്ടി നേരത്തെ ഹീറ്റ് ചെയ്തത്. ദോശ ഉണ്ണി സ്കൂളിൽ കൊണ്ടുപോകണം. നെയ്യ് വേണോ? നെയ്യൊന്നും വേണ്ട. എന്നാലും സ്കൂളിൽ കൊണ്ടുപോകണേല് വേട്ടെ. കുറച്ച് മുരിഞ്ഞ് ദോശ കുറച്ച് റോസ്റ്റായി കഴിഞ്ഞില്ല. ഭാഗ്യം. നല്ല മുരിഞ്ഞ ചൂട് ദോശ. അടുത്ത ദോശ ഉണ്ടാക്കാം. അടുത്ത ദോശ ഉണ്ടാക്കാം. കല്ല് ചൂട് പിടിച്ചാണ്ടല്ലോ അങ്ങനെ ഓഫാക്കണം, അല്ലെങ്കിൽ വെള്ളം തളിക്കണം. വെള്ളം തളിക്കൂ. സ്കൂളിൽ പോകാൻ നേരം വൈകി. ഇതെനിക്ക് സ്കൂളിൽ കൊണ്ടുപോയി നൈസാക്കിക്കോ, വലുതാക്കിക്കോ. വിറകില്ലാണ്ട് അടുപ്പ് കത്തിച്ചിട്ടില്ല. അന്ന് ചോറൊക്കെ ഗ്യാസിലാണ് കേട്ടോ. അതാണ് നേരം വൈകി. ചോറ്, വെള്ളം, പിന്നെ സാമ്പാർ, ചമ്മന്തി, ഇതാ ദോശ. ഇത് എത്ര ആവണ്ടേ? വിറകുകാരൻ വന്നിട്ട് 1 മാസമായിരുന്നു. കഴിക്കോടി കൂടെ എടുക്കട്ടെ. രണ്ടാമത്തെ ദോശയായിട്ടാ. നീ കഴിക്ക്. സൂപ്പർ സാമ്പാർ കേട്ടോ. മതി. ഞാൻ പറഞ്ഞുണ്ടാക്കിയപ്പോൾ ചമ്മന്തിയാണ് ഗൈസ്. പിന്നെ തക്കാളി ചമ്മന്തി. സ്കൂളിൽ 2 ആക്കി കൊടുക്കട്ടെ കേട്ടോ. കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. ദോശ ഉണ്ടാക്കിയ പിന്നെ അന്നത്തെ ദിവസം മൊത്തം ഞാൻ ദോശയാണ്. അടിപൊളി, ഒന്നും പറയാനില്ല. നെയ്യ് വേണമെന്നുണ്ട്. നെയ്യ് ഒഴിക്കണം. ഒഴിക്കേ. നെയ്യ് കട്ടയാണ്. ഇതെല്ലാം കൂടി ഇടാല്ലേ? ആര്? അപ്പോൾ ഇത്രേ ഉള്ളൂ. ഞാൻ കഴിച്ചിട്ട് പോട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ.